ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോള ഉണ്ടാക്കി നോക്കിയാലോ. അതിന് സൈഡ് കളഞ്ഞിട്ടുള്ള 8 ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് മിക്സിയിലും ചെയ്യാം. അതിലേക്ക് 1 കപ്പ് പാല്, 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് പാൽപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ശേഷം 4 കോഴിമുട്ടയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. അതിൽ 1 എഗ് വൈറ്റും എഗ് യോക്കോടും ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് എഗ് വൈറ്റ് മാത്രമായിട്ടാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ശേഷം ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒരു പാത്രത്തിൽ എണ്ണയോ നെയ്യോ തടവിയിട്ട് ഈ ഒരു ബാറ്റർ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഇത് സ്റ്റീം ചെയ്യാൻ വെക്കുന്ന ടൈം കൊണ്ട് മുട്ടയുടെ മഞ്ഞയിലേക്ക് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ശേഷം ഈ ഒരു പോളയുടെ മേലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്ത് എഗ് വൈറ്റ് വരരുത്. കുറച്ച് ടൈം കൂടി ആവി കയറ്റിയെടുത്താൽ നമ്മുടെ ബ്രെഡ് പോള അവിടെ റെഡി ആയിട്ടുണ്ട്.